ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നുകാർ വരുമ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് സാഗോ അല്ലെങ്കിൽ ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വരണം കേട്ടോ. അപ്പം ഈ അര കപ്പ് ചവ്വരി കൊണ്ടുള്ള അളവാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏകദേശം ഒരു 4 ഗ്ലാസിൻ്റെ അളവിലാണ് നമുക്ക് ഡ്രിങ്ക് കിട്ടുക. അപ്പോൾ ഇതാ ഞാനത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ ഒന്ന് കുതിർക്കാൻ വയ്ക്കുക. ഞാനിവിടെ 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരിയാണിത്. അത്യാവശ്യം നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുമുണ്ട്. അപ്പം സമയം കൂടുതൽ വെക്കുന്നതോറും അത്രയും നേരം നമുക്ക് തിളപ്പിച്ചൊക്കെ എടുത്താൽ മതിയാവും. ഞാൻ പക്ഷെ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഏത് വെള്ളത്തിലാണ് മുക്കി വെച്ചത് അതേ വെള്ളം തന്നെ ഉപയോഗിച്ച് കൂട്ടത്തിൽ ഒരു അര കപ്പും കൂടെ വെള്ളവും ഞാൻ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്, സോസ് പാനിൽ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യമേ തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിച്ച് ഇങ്ങനെ ഒട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊന്നതാ ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളച്ച് ഇതൊരു ശരിക്കും ഒരു ക്രിസ്റ്റൽ പോലെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പളുങ്ക് പോലെയൊക്കെയുള്ള അതിൻ്റെ ഒരു നിറമൊക്കെ മാറി വരും, ക്ലിയർ ആയിട്ട് വരും. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആദ്യം ഇട്ട പോലെയല്ല, നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഒരു നിറമൊക്കെ ഒന്ന് മാറി ഒരു ക്രിസ്റ്റൽ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു കഞ്ഞിപ്പശ പോലെയാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ അത് മാറ്റാനുള്ള ഒരു കാര്യം എന്താണെന്നും കൂടെ ഞാൻ പറയാം. അപ്പോൾ അതിന് മുൻപ് ഒരു സാഗോ എടുത്ത് ഒരു ചവ്വരി എടുത്ത് ഞാനൊന്ന് പ്രസ് ചെയ്ത് നോക്കി. അപ്പോൾ അത് വെന്തിട്ടൊക്കെ ഉണ്ട്. അതിങ്ങനെ കയ്യിലിങ്ങനെ മാറി മാറി കളിക്കും. അത് കാരണം അത്രയും ആ ഒരു കൊഴുപ്പൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റാർച്ച് കണ്ടൻറ്റ് കൂടുതലാണ് ഈ സാഗോക്ക്. അപ്പോൾ ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് ആദ്യം നമുക്ക് ഇതേപടി അങ്ങ് അരിച്ചൊഴിക്കാം. അതിനുശേഷം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് ഇതുപോലെ ചെയ്യണം എന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പൈപ്പിൻ്റെ ചോട്ടിൽ പൈപ്പ് തുറന്നിട്ട് ആ വെള്ളത്തിൻ്റെ ചോട്ടിലൊന്ന് പിടിച്ചിട്ടൊന്ന് അരിച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ കുറച്ചല്ല, ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളം, തണുത്ത വെള്ളം അല്ലെങ്കിൽ പൈപ്പിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്തുള്ള പശപ്പ് അല്ലെങ്കിൽ സ്റ്റാർച്ച് അതൊക്കെ മാറി കിട്ടും. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പം നമ്മുടെ നാട്ടിൽ പനനങ്കൊക്കെ കിട്ടുന്നത് പോലെയുള്ള അത്രയും നല്ല ക്രിസ്റ്റലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, വെള്ളമൊക്കെ വാർന്ന് വരട്ടെ. ആ ഒരു സമയം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും അര ലിറ്ററാണ്, കപ്പല്ല, 1/2 ലിറ്റർ പാല്, നല്ല ഫുൾ ഫാറ്റ് മിൽക്കൊക്കെ എടുക്കാൻ നോക്കുക. അപ്പം അത്തരത്തിലുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കസ്റ്റർഡ് പൗഡറാണ് ചേർക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ കസ്റ്റർഡ് പൗഡർ ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ കസ്റ്റർഡ് പൗഡർ ഇല്ല, കോൺഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ആണെങ്കിലും ചേർത്താൽ മതി. കസ്റ്റർഡിന് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കസ്റ്റർഡ് പൗഡർ ചേർത്തത്. കോൺഫ്ലവർ ആകുമ്പോൾ നമുക്ക് അത്രയും ആ ഒരു ഫ്ലേവർ ഒന്നും കിട്ടത്തില്ല. കൂട്ടത്തിൽ കുറച്ച് വനില എസൻസും കൂടെ ചേർക്കേണ്ടി വരും. കസ്റ്റർഡ് പൗഡർ ആകുമ്പോൾ നമുക്ക് വനില എസൻസ് ഒന്നും ചേർക്കേണ്ട, അതിനകത്ത് തന്നെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഇപ്പം ഞാൻ ഒഴിച്ചിട്ടുള്ളത് നമ്മൾ തിളച്ച് ചെറുതായിട്ട് ചൂടായിട്ട് വരുന്ന പാലാണ്, ഇളം ചൂടുള്ള പാല്. അത് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അത് ഇളക്കാൻ മിക്സ് ചെയ്യാൻ മാത്രത്തിലുള്ള പാല് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഏകദേശം 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർക്കുക, ഒത്തിരി ചേർക്കണ്ട. ഞാനിവിടെ 1/2 കപ്പിന് തൊട്ട് താഴെ നിൽക്കുന്ന അളവിലുള്ള പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഒത്തിരി മധുരമായാലും കൊള്ളത്തില്ല കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇനി നമുക്കിത് ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഇളക്കിയിട്ടുണ്ട്. ഇതാ പാലൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ലോവിലോട്ട് ഇടാം. ലോവിലിട്ടതിന് ശേഷം മാത്രം നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതല്ല, നിങ്ങൾ കോൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇടാൻ മറന്നേക്കരുത്, കാരണം ഇത് പെട്ടെന്ന് കുറുകാൻ തുടങ്ങും. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്, എങ്കിൽ പോലും കണ്ടോ ഞാൻ ഒഴിച്ച വഴിക്ക് തന്നെ ഇത് കുറുകി ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് സാധാരണ കസ്റ്റർഡൊക്കെ കുറുക്കിയെടുക്കുന്നത് പോലെ ഒത്തിരി തിക്കായിട്ട് കുറുക്കിയെടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു സ്റ്റേജ് മതി. കണ്ടോ, ഇതിങ്ങനെ ചെറുതായിട്ടൊക്കെ ഇതിൻ്റെ ഒരു ഒത്തിരി അങ്ങ് കുറുകി വന്നിട്ടൊന്നുമില്ല. ഈ ഒരു ലൈറ്റായിട്ട് വന്നിട്ടേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മുഴുവനായിട്ടൊന്ന് ആറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ.
ഇനി നമ്മൾ നേരത്തെ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരിയാണിത്. അതിൽ നിന്ന് ഇച്ചിരി ഞാൻ മാറ്റി ഒരു ബൗളിനകത്തോട്ട് മാറ്റുന്നുണ്ട്. ഇത് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നിങ്ങൾക്ക് ആ വൈറ്റ് കളറിലുള്ള ചവ്വരി തന്നെ ഉപയോഗിക്കാം. ഞാൻ ഇച്ചിരി കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് മാത്രം ഇതിനകത്തോട്ട് കുറച്ച് ഗ്രീനിൻ്റെ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഓർഗാനിക് കളർ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലാത്ത കളർ ചേർക്കാൻ നിൽക്കണ്ട. കാരണം അതൊക്കെ ചീത്തയാണ്. ഈവൻ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയത്തില്ല ഇത് എത്രമാത്രം നല്ലതാണെന്ന്. പക്ഷേ ഞാൻ ഓർഗാനിക് ആയതുകൊണ്ട് ഇത് ചേർത്തു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നിറയൊക്കെ കളേഴ്സൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ പല കളേഴ്സും ചേർക്കാം. പല പല കളർ ചേർക്കുമ്പോൾ നമുക്ക് ജെല്ലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഈ ചവ്വരിയിൽ തന്നെ നമുക്ക് നല്ല നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഗ്രീൻ കളറിൽ ഒക്കെ മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ കസ്റ്റർഡിൻ്റെ മിക്സൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. കണ്ടോ, ചെറുതായിട്ട് പാട പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 3/4 കപ്പ് പാല്, തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാല് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഒത്തിരി തണുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് തണുത്താൽ മാത്രം മതി. അപ്പോൾ അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതല്ല, ഒത്തിരി പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പം നമ്മൾ ചേർത്ത പാലിന് പകരം അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ ചെയ്യാനുള്ളത് അതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങനെ തന്നെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കസ്റ്റർഡിൻ്റെ ആ ഒരു അതിനകത്ത് പാട പോലെ കെടുന്നതൊക്കെ ഇതിനകത്ത് മിക്സിക്കകത്ത് അടിച്ചു വരുമ്പോഴത്തേക്കും നല്ല ഫൈനായിട്ടുള്ള ഒരു ഡ്രിങ്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ മിക്സിയിൽ അടിച്ചൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് പാടകളൊക്കെ പോയി കാണും, നന്നായിട്ട് അരഞ്ഞു കാണും. അപ്പോൾ ഇനി നമുക്കിതൊരു ഞാനിതൊരു ഗ്ലാസ്സിനകത്തോട്ട് ഒരു കപ്പിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. മെഷർമെൻറ്റ് കപ്പാണ്. അപ്പോൾ എനിക്കിത് ഗ്ലാസ്സിനകത്തോട്ട് ഒഴിക്കാൻ, സെർവിങ് ഗ്ലാസ്സിനകത്തോട്ട് ഒഴിക്കാൻ ഇച്ചിരി എളുപ്പമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ഡ്രിങ്കിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് ഗ്ലാസ്സിലാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്ലാസ്സിൽ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡെക്കറേഷനും കളർഫുള്ളൊക്കെ ആവാൻ വേണ്ടി ആദ്യം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട്സുകൾ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സീസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതാണോ അത് ചേർത്ത് കൊടുക്കാം. മാങ്ങ അല്ലെങ്കിൽ പൈനാപ്പിൾ, പഴങ്ങൾ, ഇതൊക്കെ മാമ്പഴം ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ആ ഒരു കളറ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ചവ്വരിയും കൂടെ പച്ച കളറിൻ്റെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ ചവ്വരി, ആ വൈറ്റ് കളറായിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്രൂട്ട്സുകൾ ഇഷ്ടമുള്ളത് ചേർക്കാം, നട്ട്സ് ഇഷ്ടമുള്ളവർക്ക് നട്ട്സ് ചേർക്കാം. അപ്പോൾ ഞാനിത് ഇത്രയും മാത്രം കാര്യങ്ങൾ ചേർത്ത് ഇനി നമ്മുടെ ഒരു അടിച്ചു വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് അല്ലെങ്കിൽ ആ കസ്റ്റർഡിൻ്റെ മിക്സും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാനിന്ന് ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലുമൊക്കെ ഇത് മാറ്റി മറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അവസാനം ഒരു ചെറി ഇടാൻ ശ്രമിച്ചതാണ്, പക്ഷേ അത് മേലൊക്കെ എടുക്കില്ല. കാരണം ഇത് ഒത്തിരി പാലൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ അത് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള 2 ഗ്ലാസ്സിൽ ഞാൻ ചെറി ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഒരെണ്ണത്തിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള 2 ഗ്ലാസ്സും കൂടെ ഇതുപോലെ ഒന്ന് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചേർക്കാനുള്ളത്. അപ്പം ഞാൻ ഈ നേരത്തെ ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും ചേർത്ത് ആവശ്യത്തിന് അതൊന്ന് പാലൊക്കെ ഒന്ന് നിറച്ചെടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒന്ന് ചെറുതായിട്ടൊന്ന് മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വേണം എന്നൊന്നുമില്ല, പക്ഷേ ക്യാരറ്റിൻ്റെ ആ ഒരു ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതൊക്കെ ഈ ഒരു ജ്യൂസിന് ഒരു സൂപ്പർ ടേസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമോ, അല്ലെങ്കിൽ ഒരു സ്പൂൺ ഇട്ടിട്ട് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ചവ്വരിയൊക്കെ ഇങ്ങനെ ഈ പാലിനകത്ത് ഇങ്ങനെ കെടുക്കുന്നുണ്ടാവും. അപ്പം അത് കടിച്ച് കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ. ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ തണുപ്പിച്ചിട്ട് കഴിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ്. എല്ലാവരും ഈ വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്ന് നിങ്ങൾ ട്രൈ ചെയ്യുന്നവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.